പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. രാജ്യത്തിൻ്റെ വടക്കൻ അതിർത്തികളിലെ പ്രത്യേകിച്ച് നിയന്ത്രണ രേഖകളും അതുപോലെയുള്ള അധിനിവേശ പ്രദേശങ്ങളുമെല്ലാം അസമാധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അത് പലതരം രാജ്യത്തിൻ്റെ സ്വസ്ഥതയെ ശരിക്കും അത് ബാധിക്കും. ആ മേഖലകളിൽ സമാധാനം സ്ഥാപിക്കാനും നൈജീരിയയിൽ വിശ്വാസികൾ കൊല ചെയ്യപ്പെടുന്നുണ്ട്. ആ വിശ്വാസികളുടെ സംരക്ഷണത്തിനായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കല്ലുക പോലുള്ള അവസ്ഥകൾ, കല്ലുകൾ, സ്റ്റോൺ, ചെറിയ കല്ലുകൾ, ചില ആൾക്കാർക്ക് കരളിലുണ്ടാകും കല്ലുകൾ, ചിലർക്ക് കിഡ്നിയിലുണ്ടാകും കല്ലുകൾ, ചിലർക്ക് പ്ലീഹായിലുണ്ടാകും കല്ലുകൾ. ഇപ്പോഴും ഉദരത്തിൻ്റെ ഇടതുവശത്തായിട്ട് കല്ലുകൾ കല്ലച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ടാകും. ഈ കല്ലച്ചിരിക്കുന്ന സ്ഥലങ്ങളുടെ മേലെ കർത്താവ് സൗഖ്യം നൽകുന്ന സമയമാണ്. സ്തുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കല്ലുകളെ സ്പർശിക്കണമേ, കല്ലച്ച് പോയ സ്ഥലങ്ങളെ സ്പർശിക്കണമേ. കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വിവാഹ തടസ്സങ്ങൾ, നമ്മൾ ഉടമ്പടിയിൽ വെക്കുന്ന എല്ലാ കാര്യങ്ങളും 35 വയസ്സിന് മേലുള്ളവരുടെ വിവാഹം, മക്കളില്ലാതെ 4 വർഷത്തിന് ആയിട്ടും വിവാഹം കഴിഞ്ഞ് 4 വർഷങ്ങളായിട്ടും മക്കളില്ലാത്തവരുടെ കുഞ്ഞുങ്ങളെ കിട്ടുന്നതിന് വേണ്ടി, ഭവനരഹിതർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ സ്തുതി. ഹല്ലേലൂയ. നല്ലവനായിശോ. വിവാഹ തടസ്സമുള്ളവർ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വീടില്ലാത്തവരെ, കർത്താവേ, ഭവനമില്ലാത്തവരെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഈശോ, അവരെ സ്പർശിക്കണം. കർത്താവേ, വിവാഹ ദോഷം തടസ്സമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മക്കൾ ഇല്ലാത്തവരെ സ്പർശിക്കണമേ, സാക്ഷ്യപ്പെടാൻ സഹായിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ട്. പരീക്ഷകളിലെ വളരെ വീക്കായിട്ടുള്ളവരെ, പ്രത്യേകിച്ച് ഉടമ്പടിയുടെ സാക്ഷികളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു വിഷയം, ഈ ഉടമ്പടി പലരും പരീക്ഷ, നൈപുണ്യ പരീക്ഷകൾ, അതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷകളൊക്കെ എഴുതിയവർ അവരുടെ കഴിവിൻ്റെ അപ്പുറത്താണ് എക്സാമിനേഷൻ്റെ ചാലഞ്ച് വരുന്നത്. അതുകൊണ്ട് 100% തോക്കുമെന്ന് വിചാരിച്ച വിഷയങ്ങൾക്കാണ് അമ്മയുടെ കാരുണ്യത്താൽ അവരെ സന്ധിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിശ്വാസം വലിയ സന്ധിപ്പ് ലഭിക്കും. അതുകൊണ്ട് എന്ത് തരം പരീക്ഷയായാലും ശരി, ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അക്കാഡമിക് പരീക്ഷയാകാം, ബോർഡ് എക്സാം ആകാം, IELTS പോലെയുള്ള നൈപുണ്യ പരീക്ഷയാകാം, ഇൻ്റർവ്യൂ പോലുള്ള യോഗ്യതാ പരീക്ഷയാകാം. എല്ലാ പരീക്ഷകളും കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷ എഴുതാൻ പോകുന്നവർ, റീവാലുവേഷൻ വേണ്ടി കൊടുത്തിട്ടുള്ള ആൾക്കാർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, ഇൻ്റർവ്യൂ ടെസ്റ്റൊക്കെ ഉള്ളവർ, സ്തുതിയുടെ ഹല്ലേലൂയ. സാധ്യമില്ലാത്തവന് ഈശോ എല്ലാ പരീക്ഷക്കാരെയും സമയത്ത് പ്രാർത്ഥിക്കുന്ന, എല്ലാ പരീക്ഷക്കാരെയും സമയത്ത് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവിനെ നിന്ന് മഹത്വപ്പെടുത്തിക്കൊണ്ട് സാക്ഷ്യം പറയാൻ സഹായിക്കട്ടെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് മനസ്സിൽ ഈശോനോട് പ്രാർത്ഥിച്ച വിഷയങ്ങളുണ്ട്.
അച്ഛൻ ഈ വിഷയം കൂടി പ്രാർത്ഥിക്കണേ കർത്താവേ എന്ന് മനസ്സിൽ പറഞ്ഞ വിഷയങ്ങളുണ്ട്. ഇവിടെ പ്രാർത്ഥനയിൽ ഇതുവരെ ഏറ്റുപറയാത്ത വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നൊരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ, അത് അച്ഛനത് അപൂർവ സാക്ഷ്യമായിട്ടാണ് എടുക്കുന്നത്. പ്രത്യേകിച്ച് ഹൈപ്പർ ആക്ടിവിറ്റി, ഡൗൺ സിൻഡ്രോം, അതുപോലെയുള്ള അസുഖങ്ങളില്ലേ, അതായത് അങ്ങനെയുള്ള രോഗങ്ങൾ, അത് എപ്പിലെപ്സിയുടെ തന്നെ വേറെ ചില ന്യൂറോട്ടിക് ട്രബിൾസാണ്. അതൊക്കെ മരുന്നിനൊക്കെ ഒരു പരിധിയുണ്ട്. മരുന്ന് എത്ര കാലം കഴിച്ചാലും ഇങ്ങനെ മയങ്ങി നടക്കുമെന്നല്ലാതെ പൂർണ്ണമായി ഇതൊന്നും വിട്ടു മാറുന്നില്ല. ഇങ്ങനെയുള്ള ജനിതകമായ ന്യൂറോട്ടിക് ട്രബിൾസ്, അതിന് മേലെല്ലാം കർത്താവിൻ്റെ ശക്തി സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി സ്തുതിയുടെ ഹല്ലേലൂയ. കർത്താവേ, ഹൈപ്പർ ആക്ടിവിറ്റിയെ, അപസ്മാര രോഗത്തെ, പ്രഷർ രോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ കർത്താവെ സ്പർശിക്കണമേ ഈശോ. ചൊറി, ചിരങ്ങ് കർത്താവെ കഴുകണമേ കർത്താവെ. ത്വക്ക് രോഗങ്ങളെ കഴുകണമേ കർത്താവെ ഈശോ. പലതരത്തിലുള്ള ബ്ലോക്കുകളെ കഴുകണമേ കർത്താവെ ഈശോ. ഓർമ്മക്കുറവുകൾ, ഉറക്കമില്ലായ്മ, വാത രോഗങ്ങൾ, വേരിക്കോസിൻ്റെ അസുഖങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, അർസസ് രോഗങ്ങൾ കർത്താവ്, സിസ്റ്റുകൾ, പലതരത്തിലുള്ള മുഴകൾ, പലതരത്തിലുള്ള ഞരമ്പുകൾ, പലതരത്തിലുള്ള പ്രവർത്തിക്കാത്ത അവസ്ഥകൾ, മസ്തിഷ്ക രോഗങ്ങൾ, മനോരോഗങ്ങൾ, യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ കർത്താവിൻ്റെ വിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിൽ മാരക രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. വലിയ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ കർത്താവ് സൗഖ്യം പ്രാപിക്കട്ടെ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പ്രൈസ് ദി ലോർഡ്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ എനിക്കൊരവസരം ലഭിച്ചതിന്. എൻ്റെ പേര് മിൻറ്റു. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപത സെൻറ്റ് എഫ്രൈം ചെറുക്കടവ് ചർച്ചിൽ നിന്ന് വരുന്ന ഇടവാംഗമാണ്. ഞാൻ സ്ഥിരമായിട്ട് താമസിക്കുന്നത് ന്യൂസിലൻഡിലാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 16/8/2019 ഞാനിവിടെ വന്ന് സാക്ഷ്യം എടുക്കാനുള്ള ഉടമ്പടി എടുക്കാനുള്ള കാരണം എനിക്ക് OAT എഴുതിയിട്ട് പാസ്സാവുന്നില്ലായിരുന്നു. അപ്പോൾ OAT എഴുതി പാസ്സാവാനുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു, 2 പ്രാവശ്യം പുതുക്കി. ഞാൻ 2-3 പ്രാവശ്യം OAT എഴുതി, പക്ഷെ ഞാൻ OAT പാസ്സായില്ല. ധ്യാനങ്ങളെല്ലാം കൂടും, തൈലവും എല്ലാം ഉപയോഗിക്കാറുണ്ട്, പക്ഷെ ഞാൻ പാസ്സാവുകയും ചെയ്തില്ല. അപ്പോഴത്തേക്കും കോവിഡ് വന്നു. പിന്നെ എനിക്ക് ധ്യാനത്തിനായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2ാമത് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പം ഒട്ടും വരാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം ഞാനൊരു 9ാം മാസമായപ്പോൾ ഞാൻ ബാത്റൂമിൽ പുറമടിച്ച് വീണു. എനിക്ക് 2 ദിവസമുള്ളൂ സിസേറിയന് വേണ്ടിയിട്ട്. അതിന് മുന്നേ ഞാൻ പുറമടിച്ച് വീണു ബാത്റൂമിൽ. പക്ഷെ തൈലമൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ അന്ന് തന്നെ ആശുപത്രിയിൽ പോയി. പക്ഷേ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു, എനിക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞാൻ കുഴപ്പമില്ലാതെ കുഞ്ഞിനെ പ്രസവിച്ചു. അതെല്ലാം കഴിഞ്ഞ് കുഞ്ഞിന് ഒരു 6 മാസമായപ്പോൾ എനിക്ക് അപ്രതീക്ഷിതമായി പെട്ടെന്ന്, ഞാനെന്നും പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കൊരു വഴി തെളിച്ച് തരണേ. പിന്നെ ഞാൻ ജോലിയില്ലാതെ വീട്ടിലിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വീണ്ടും എനിക്ക് OAT എഴുതാൻ താല്പര്യമില്ലായിരുന്നു. കാരണം പൈസയുടെ ഒരു ഇതും കൊണ്ടും ഒരാൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ടും. അങ്ങനെ ഞാനിരിക്കുന്നത് പെട്ടെന്നാണ് എനിക്കൊരു ഓഫർ വന്നത്. ആ സമയത്ത് കോവിഡായിരുന്നു. പെട്ടെന്ന് എനിക്ക് ന്യൂസിലാൻഡിൽ നിന്നൊരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ഒരു ഓഫർ വന്നു എനിക്ക്. അതെനിക്ക് വിത്ത് ഫാമിലിയിൽ എനിക്ക് പോകാം. പക്ഷേ ഞാൻ ഈ ഉടമ്പടിയിൽ OAT വെച്ചതിൻ്റെ കൂടെ തന്നെ ഞാൻ 2ാമത്തെ ഒരു ഉടമ്പടി എൻ്റെ ആവശ്യമായിട്ട് വെച്ചായിരുന്നു മാതാവിൻ്റെ അടുത്ത്. എൻ്റെ കുടുംബമായിട്ട് എനിക്കൊരു യൂറോപ്യൻ കൺട്രിയിൽ ഒരുമിച്ച് ജീവിക്കാൻ ഒരു അവസരം തരണമേ എന്ന് ഞാൻ വെച്ചായിരുന്നു. പക്ഷേ മാതാവ് എനിക്ക് OAT പാസ്സായില്ലെങ്കിലും എനിക്ക് എല്ലാവരും ഒരുമിച്ച് വെളിയിൽ പോകാനുള്ള ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും വിസയും കാര്യങ്ങളും പെട്ടെന്ന് ശരിയായി ഞങ്ങൾ വെളിയിൽ പോയി. അതിൻ്റെ എനിക്ക് ഇവിടെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാനോ മാതാവിനോട് നന്ദി പറയാനോ ഒന്നും പറ്റിയില്ല, കാരണം കോവിഡായിരുന്നു. അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞപ്പം പോകുന്ന സമയങ്ങളിൽ എന്ത് പറ്റി, എനിക്ക് ഇങ്ങനെ പുറം രാജ്യത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകാം, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു,
പറഞ്ഞു ഇങ്ങനെയുള്ള എണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ എനിക്കിതൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. ഞാൻ ഒരു ബൈബിൾ മാത്രമായിട്ട് ഞാൻ പോയി. പക്ഷേ എനിക്ക് അവിടെ ചെന്നാലും പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം എൻ്റെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല വിശ്വാസവും ഉണ്ടായിരുന്നു. ആരെൻ്റെ അടുത്ത് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും, ഇപ്പോൾ ഒരു ജോലി ശരിയായില്ല അല്ലെങ്കിൽ എന്തൊരു അനുഭവം പറഞ്ഞാലും ഞാൻ ഉടനെ എൻ്റെ സാക്ഷ്യവും പറയും. അതുപോലെ തന്നെ അവരോട് പറയും, ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ 5-6 ദിവസത്തിനുള്ളിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് അത് കിട്ടും, ഉറപ്പായിട്ട്. അങ്ങനെ ഒത്തിരി പേർക്ക് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ അത് കിട്ടിയത് മൊത്തം അക്രൈസ്തവർക്കാണ്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. കാരണം നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ഓൾറെഡി എല്ലാ കാര്യങ്ങളും അറിയാം, ഇവിടുത്തെ എന്തൊക്കെയാണ് ചടങ്ങുകൾ പ്രാർത്ഥനകളും എല്ലാം. അക്രൈസ്തവർക്ക് ഇത് പെട്ടെന്ന് അതൊരു ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പ്രാർത്ഥിച്ച് അക്രൈസ്തവർ അങ്ങനെ 2-3 പേരെ പ്രാർത്ഥിച്ച് അവർക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടി. അങ്ങനെ അവരൊക്കെ ഇപ്പോഴും നല്ലൊരു വിശ്വാസത്തിലും മാതാവിൻ്റെ വിശ്വാസത്തിലും അവരൊരു കൃപാസനത്തിൽ നല്ലൊരു വിശ്വാസിയായിട്ട് ഇപ്പോഴും ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ കുഴപ്പമില്ലാതെ ജീവിതം നല്ല രീതിയിൽ പോകുന്നു. അങ്ങനെ ഇരുന്ന് കുറച്ചായി കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനൊന്നും പറയാത്തതിൻ്റെ ഒരു വിഷമം ഭയങ്കരമായിട്ട് മുന്നിലിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഇടയ്ക്ക് ഞാനൊരു 6 മാസം മുന്നേ ഇവിടെ വന്നായിരുന്നു സാക്ഷ്യം പറയാനുള്ള ഒരു ആവശ്യമായിട്ട് ഞാനിവിടെ വന്നു. പക്ഷെ വരുന്നപ്പം ഞാൻ എൻ്റെ ഉടമ്പടി പത്രം എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി. അത് ഞാൻ പകുതി വഴി എത്തിയപ്പോഴാണ് ഓർത്തത്. അപ്പം ഞാൻ ഓർത്ത് ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇത് കിട്ടുമായിരിക്കും എന്നോർത്ത് ഞാൻ വന്നു. പക്ഷേ അവർ പറഞ്ഞു പറ്റത്തില്ല, ഉടമ്പടി പത്രമില്ലാതെ സാക്ഷ്യം പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാനിവിടെ വന്നിരുന്ന് ഒത്തിരി പ്രാർത്ഥിച്ചു. എനിക്കൊരു ഭയങ്കര വിഷമായിരുന്നു. ഇനി ലീവില്ല, ഇനി വീണ്ടും വരാൻ വേണ്ടിയിട്ട്, തിരിച്ചു പോയിട്ട് പിന്നെ ഇനി എന്നാ വരുന്നേ, അങ്ങനെ ഭയങ്കര എനിക്കൊരു വിഷമമായിരുന്നു. പിന്നെ എനിക്കൊരു കാര്യം ഇവിടെ വന്നപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ശരിയായി കിട്ടിയെന്ന് വെച്ചാൽ, വരുന്നതിന് ഒരു 8 മാസം വരെ എൻ്റെ ഹസ്ബൻഡിന് ജോലിയില്ലായിരുന്നു. ജോലിയില്ല, കുറേ അടുത്ത് ആപ്ലിക്കേഷൻ ഇട്ടു. പുള്ളിക്കാരൻ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, പുള്ളിക്കാരനും നേഴ്സാണ് നാട്ടിലെ. പക്ഷേ ആപ്ലിക്കേഷനൊക്കെ ഇട്ടിട്ടുമായാലും ഒരിടത്തുനിന്നും ഒരു റിപ്ലൈയോ ഒന്നും വരുന്നില്ല. എല്ലാ ദിവസവും പുള്ളിക്കാരനിടയിൽ നിർത്തി ഞാൻ ഇടുന്നുണ്ട് ഒത്തിരി, എന്നാലും ഒന്നിനും ഒരു റിപ്ലൈ വരുന്നില്ല. ഇവിടെ ഞാൻ പുള്ളിക്കാരനെയും കുഞ്ഞിനെയും ഞങ്ങൾ എല്ലാവരും കൂടെയാണ് ഇവിടെ വന്നത്. അന്ന് ഇവിടെ ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോയി. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഇവിടെ വന്ന് കുറേ നിറച്ച വസ്തുക്കളെല്ലാം ഞാൻ മേടിച്ചുകൊണ്ടാണ് പോയത്. കാരണം അന്ന് എൻ്റെ കയ്യിലുള്ള ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി പത്രമില്ലാത്തതുകൊണ്ട് നമുക്ക് എണ്ണയൊന്നും കിട്ടിയില്ല. പക്ഷേ എനിക്ക് ഉപ്പും തിരിയെല്ലാം കിട്ടി. ഞാൻ അതുകൊണ്ട് പോയി വീണ്ടും പ്രാർത്ഥിച്ചു. വീണ്ടും ഈശോയുടെ ശക്തിയോടുകൂടി എല്ലാം ഉപയോഗിച്ച് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. തിരിയൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ ഇവിടുന്ന് ചെന്ന് ഒരു 15 ദിവസത്തിനുള്ളിൽ പുള്ളിക്കാരനൊരു ജോലി കിട്ടി. എല്ലാം പെട്ടെന്നായിരുന്നു. പെട്ടെന്ന് ജോലി കിട്ടി. ഒരു ജോലിക്ക് കയറി പുള്ളിക്കാരൻ. നിങ്ങൾക്കറിയാലോ, ഒരാണുങ്ങൾ വീട്ടിൽ ജോലി ഇല്ലാതിരുന്നാൽ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരന് ഭയങ്കര ഒരു അത്ഭുതമായിപ്പോയി പെട്ടെന്ന് ജോലി കിട്ടിയത്. പിന്നെ അതുകൂടാതെ എനിക്ക് ചെറുതും വലുതുമായിട്ട് ഒത്തിരി രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനും കൂടുതലായിട്ട് നമുക്ക് വിശ്വാസത്തിൽ വളരുവാനും കുർബാനയിൽ പോകുവാനും. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പള്ളിയിൽ 2 മലയാളി അച്ഛന്മാരാണ്. എപ്പോൾ വേണേലും നമുക്ക് ചെല്ലാം, കുമ്പസാരിക്കാനായാലും മലയാളത്തിൽ ഒരു കുഴപ്പമില്ല. എന്ത് ആവശ്യങ്ങൾക്ക് ചെന്നാലും അച്ഛന്മാർ അതുപോലെ നമ്മളെ സഹകരിക്കുന്ന 2 അച്ഛന്മാർ. നമുക്കിപ്പോൾ കുർബാനയ്ക്കായാലും എപ്പോൾ വേണേലും രാവിലെയും വൈകിട്ടും കുർബാനയുണ്ട്. അങ്ങനെ ഒരു വലിയ അനുഗ്രഹമാണ്. കാരണം ചില ഇടവകളിലൊന്നും അങ്ങനെ 2 നേരമൊന്നുമില്ല. ഞങ്ങൾക്കൊക്കെ ചില ഇടവകളിൽ ഞാൻ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നിടത്ത് മാസത്തിൽ ഒരിക്കലും ഒരു മലയാളം കുർബാനയുണ്ട്. അത് നമുക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ഇട്ട് പോകാനും പറ്റത്തില്ല. പിന്നെ ഇംഗ്ലീഷ് കുർബാന നമുക്ക് പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയൊരു സംതൃപ്തി വരില്ല മലയാളം കുർബാന കാണാതെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ദൈവാനുഗ്രഹം തന്നിട്ടുണ്ട് എനിക്ക്. പിന്നെ കൂടുതലായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉപ്പ് എന്ന് ഞാൻ ഓർത്തില്ലേലും എൻ്റെ പിള്ളേരത് ഓർക്കും. കുരിശുവര കഴിയുമ്പോൾ ഉപ്പും പിന്നെ വെള്ളവും ഒക്കെ കൊടുക്കും. എൻ്റെ കയ്യിൽ തൈലമില്ല, അതുകൊണ്ട് ഞാൻ അതിന് പകരം ആനാവെള്ളവും ഉപ്പും കൊടുക്കും രാവിലെയും വൈകിട്ടും, സ്കൂളിൽ പോകുന്നതിന് മുന്നേയും തിരിച്ചു വരുന്നതിനും. അതുപോലെ എൻ്റെ മോനാണെങ്കിൽ അവന് പബ്ലിക് സ്കൂളിലായിരുന്നു. ഭയങ്കര എല്ലാവരും കംപ്ലൈൻ്റ് ആയിരുന്നു, കുഞ്ഞ് നന്നായിട്ട് ആരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നില്ല. കാരണം ലാംഗ്വേജിൻ്റെ ഒരു ഇതുണ്ട്. അങ്ങനെ അവന് കുറേ അസസ്മെൻ്റൊക്കെ അവർ ബാങ്കിലൊക്കെ അസസ്മെൻ്റ് പറഞ്ഞിട്ടുണ്ട് 2 ലാംഗ്വേജുകൾ ചെയ്യുന്നത്, അതൊക്കെ ചെയ്തു. അപ്പോൾ അവൻ അതിനൊന്നും കുഴപ്പമില്ല. അപ്പം പുതിയ സ്കൂളിലോട്ട് പോയി കഴിയുമ്പം ഇച്ചിരി നല്ല സ്കൂളായിരുന്നു. ആ സ്കൂൾ മരിയൻ കാത്തലിക് സ്കൂൾ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. കാരണം മരിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ മറിയത്തിൻ്റെ ആലോ, അങ്ങനെ കേട്ട് എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. അങ്ങനെ അവനവിടെ അഡ്മിഷൻ കിട്ടി. എനിക്കിപ്പം ഞാനിങ്ങോട്ട് പോരാൻ 6 മാസം മുന്നേ ഞാൻ ഇവിടുന്ന് പോയത്. അപ്പോൾ പോയിട്ട് എനിക്ക് ദിവസം തോറും അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോഴും എല്ലാം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ സാക്ഷ്യം പറയാത്തതുകൊണ്ട്. അച്ഛനാണെങ്കിൽ ഒരു ദിവസം ഒരു ധ്യാനത്തിൽ പറയുന്നുണ്ട്, ഇവിടെ അടുത്തുള്ളവർക്ക് വന്ന് സാക്ഷ്യം പറയാൻ ബുദ്ധിമുട്ടാണ്, 2.25 ലക്ഷം രൂപ ടിക്കറ്റ് കൊടുത്തൊക്കെ ഇവിടെ ആൾക്കാർ വന്ന് സാക്ഷ്യം പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് നാട്ടിലൊന്ന് പോകണം, തന്നെ പോയി ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്നോളാം, ഒരു 10 ദിവസം അവധിക്ക് ഞാൻ നാട്ടിൽ പോവാമെന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരന് എതിർപ്പൊന്നും കാണിച്ചില്ല. കാരണം കുഞ്ഞുങ്ങൾ 2 പേരും ചെറുത്, അവരെ സ്കൂളിൽ വിടണം. അപ്പം പുള്ളിക്കാരന് ജോലിക്ക് പോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞു, നീ പൊക്കോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ 10 ദിവസം അവധിക്ക് ഞാൻ ഇന്നലെ വന്നോളൂ. ഇന്നലെ വന്നപ്പം ഇവിടെ വന്ന് ഞാൻ
എൻ്റെ ആ കാശുരൂപത്തിൻ്റെ മാതാവ് പോയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ തൈലമൊന്നും നേരവാട്ടിന് യൂസ് ചെയ്തില്ല, പിന്നെ കൊണ്ടുപോയില്ല. എനിക്കതൊക്കെ പിന്നെ ഞാൻ 2 പ്രാവശ്യം പുതുക്കുകയൊക്കെ ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് ആ ഉടമ്പടി തുടരാനൊരു മടി. അതുകൊണ്ട് ഞാൻ ഇന്ന് വന്ന് പുതിയൊരു ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് അതുകൊണ്ടൊരു സമാധാനമായി. എനിക്കൊരു ഭയങ്കര വിഷമായിരുന്നു എൻ്റെ ഉടമ്പടി സാക്ഷ്യം പറയാത്തതുകൊണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോയി. കാരണം ഇത്രയും വൈകിയോന്ന് ഉടമ്പടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും 3 മണി, എനിക്ക് പറയാൻ പറ്റില്ലായിരിക്കുമോ എന്ന് പ്രതീക്ഷിച്ചു. ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു സാക്ഷ്യം പറയാമെന്ന്. അങ്ങനെ എനിക്ക് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ അങ്ങനെ നമുക്ക് ആർക്കും ഒന്നും ഭക്ഷണമൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ഫുഡുകൾ നമ്മൾ സാധനം മേടിക്കുമ്പം ഫുഡ് ബാങ്ക് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും. നമ്മൾ എപ്പോഴാണോ പോകുന്നത്, നമുക്ക് എന്താണോ അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് നമുക്ക് ആ ഫുഡ് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അത് അവർ വേണ്ടവർക്ക് അവർ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അടുത്ത് ഒത്തിരി സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. സ്റ്റുഡൻറ്റ് വിസയിൽ വീട്ടിൽ നിന്നെല്ലാം ഉപേക്ഷിച്ചു അവരൊക്കെ എൻ്റെ അടുത്ത് മിക്കവാറും വരും. എൻ്റെ പിള്ളേരുടെ എൻ്റെ അടുത്തും എന്താ ആവശ്യമുണ്ടെങ്കിൽ അവർ ഓടും. പിന്നെ അവർക്ക് അങ്ങനെ ഞാൻ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. പിന്നെ അവർക്ക് അച്ചാറുകൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അല്ലാതെ ഫുഡായിട്ടൊന്നും ഞാൻ പിന്നെ നാട്ടിൽ എന്തെങ്കിലും ആവശ്യം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ഉപ്പ് അവിടെ കിട്ടിയതുകൊണ്ട് ഉപ്പ് ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ ഞാൻ പള്ളിയിൽ പോകുമ്പോഴും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ എല്ലാം കഴിക്കാറുണ്ട്. അതുകൊണ്ട് അല്ലാതെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട്. അതിനെല്ലാം അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. ഇനി എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനും അമ്മയടുത്ത് എന്നും ഈ ഉടമ്പടിയിൽ കഴിയാനും അനുഗ്രഹം കിട്ടണേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. ഞങ്ങൾക്ക് കിണറില്ലായിരുന്നു. ഞങ്ങൾക്ക് കിണറില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു കുഴൽ കിണർ കുത്താൻ വേണ്ടി തീരുമാനിച്ചു. കുഴൽ കിണർ കുത്തി 580 അടി വരെ പോയിട്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം വെള്ളം നമുക്ക് വേണമല്ലോ. അത് കഴിഞ്ഞിട്ട് വെള്ളം കിട്ടാത്തതുകൊണ്ട് മോട്ടർ വെക്കാനും മടി. കാരണം അത്ര അടി താഴെയുള്ള കിണറിന് മോട്ടർ വെക്കണമെങ്കിൽ കുറഞ്ഞതൊരു 60,000 രൂപയുടെ വലിയ മോട്ടർ വെക്കണം, നല്ല പവറുള്ള, എന്നാലാണ് വെള്ളം വെള്ളോട്ട് വരത്തുള്ളൂ. അപ്പോൾ ഒരു ഭയങ്കര സങ്കടമായിരുന്നു മോട്ടർ വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എല്ലാ ദിവസവും ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചെല്ലിയതിൻ്റെ ഫലമായിട്ട് ഇപ്പം ഞങ്ങൾക്ക് വറ്റാത്ത നിറച്ച് വെള്ളമുണ്ട് 580 അടിയിൽ. അതൊരു വലിയ അനുഗ്രഹമാണ് എനിക്ക് ഉപ്പ് വഴി കിട്ടിയത്. അതെനിക്കിവിടെ പറയാതിരിക്കാൻ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞത്. അതിനൊരു 1000 നന്ദി. എൻ്റെ സാക്ഷ്യം ഇത്രയും ലേറ്റ് ആയതിനും അമ്മയ്ക്കും തിരുമാരനും ഞാൻ ഒത്തിരി ക്ഷമ ചോദിക്കുന്നു. ആദ്യമായി ഈ ആൾത്താരമിൽ നിന്ന് സാക്ഷ്യം പറയാൻ അവസരം കിട്ടിയതിന് ഈശോയ്ക്കും മാതാവിനും ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. എൻ്റെ പേര് നിഷ. ഇതെൻ്റെ മക്കളാണ് അബിൻ, അമൽ. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ മങ്ങാട് സെൻറ്റ് ജോർജ് ഇടവാംഗമാണ്. ഞാനിവിടെ ആദ്യമായി വന്നത് 2023 മെയ് 22-ാം തീയതിയാണ് ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത്. അതെൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. എൻ്റെ അമൽ എന്ന ഇവനെ, ചെറിയ മകനെ, വളരെ 6 മാസം മുതൽ തന്നെ അവന് അലർജി മൂലം വളരെ ബുദ്ധിമുട്ടാണ്. ഒരു 12 വർഷമായി അലർജി രോഗം മൂലം ബുദ്ധിമുട്ടണു. ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു. ഒരുപാട് മരുന്നുകൾ, അലർജിയുടെ മരുന്നുകളായാലും അങ്ങനെ ഒരുപാട് മരുന്നുകൾ അവൻ ഇത്രയും വർഷത്തിനുള്ളിൽ അവൻ കഴിച്ചുകൊണ്ടിരുന്നു. ഈ അലർജി കാരണം ശ്വാസം മുട്ടലും കഫക്കെട്ടും വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് തീരെ ശ്വാസം കിട്ടാൻ ഭയങ്കര വിഷമമാണ്. അങ്ങനെ ഒരുപാട് സ്കൂളുകളിലേക്ക് പോകാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല. ഒരുവിധം വലുതാവുന്ന വരെ അവനെ തോളിൽ ഞങ്ങൾ ഇട്ടിട്ട് ഭിത്തിയിൽ ചാരി ഇരുന്നിട്ടാണ് ഞങ്ങൾ ഉറങ്ങാനൊക്കെ ചെയ്യുക. അത്രയും ബുദ്ധിമുട്ടായിരുന്നു അവന്. അത് ഇൻഹൈലർ വരെ ഉപയോഗിച്ച് തുടങ്ങി. അവസാനം അത് ഉപയോഗിക്കേണ്ടി വരുന്നതാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോഴാണ് ഞങ്ങൾ ആ സമയത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നിയോഗത്തിൽ ഞാൻ വെച്ചിരുന്നു. നിയോഗം വെച്ചു. ആദ്യത്തെ പുതുക്കൽ ആവുമ്പോഴേക്കും പിന്നീട് അവനെ അങ്ങനത്തെ ഒരു അസുഖം അവനെ ഇന്നത്തെ വരെ ഉണ്ടായിട്ടില്ല. സാധാരണ പനി, ജലദോഷം വരുന്നുണ്ടെങ്കിലും അതിനു മുന്നേ വന്നിരുന്ന അലർജി മൂലം വന്നിരുന്ന ആ ശ്വാസം മുട്ടലും ആ കഫക്കെട്ടും അവന് പിന്നെ ഇന്നത്തെ വരെ അവന് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകനെ, അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പഠിപ്പിൽ കുറച്ച് പിന്നാക്കായിരുന്നു. പഠിക്കും പക്ഷേ എങ്കിലും അവൻ നല്ല ശ്രദ്ധയോടുകൂടി ഇരിക്കില്ല. വായിക്കുന്നതൊന്നും വളരെ ശ്രദ്ധയില്ലാണ്ടാണ് അവൻ വായിക്കുക. അങ്ങനെ 10ാം ക്ലാസ് പരീക്ഷയായി. ഹാഫ് ഇയർലി കഴിഞ്ഞു, ക്വാർട്ടർലി കഴിഞ്ഞു. ഹാഫ് ഇയർലിയിൽ ഓരോ സബ്ജക്റ്റ് പോവും. അതുപോലെ മോഡൽ എക്സാം കഴിഞ്ഞു. മോഡൽ എക്സാമിലും ഓരോ സബ്ജക്റ്റ്, 2 സബ്ജക്റ്റൊക്കെ അവൻ ഫെയിലായി. അങ്ങനെ എല്ലാവർക്കും നല്ല വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ അവൻ്റെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി അവൻ 10ാം ക്ലാസ്സിലെ 81% മാർക്കോടുകൂടി പാസ്സാവുകയും +1 സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാനായിട്ട് അവസരം കിട്ടുകയും ചെയ്തു. പിന്നെ ഇവിടെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട്
പത്രം കൊണ്ടുപോയി പത്രം ഇവിടുന്ന് വാങ്ങിച്ച് എല്ലാ ഇവിടെ വീടുകളിലും ഹിന്ദുസിൻ്റെ വീടുകളിലും പള്ളികളിലൊക്കെ പോകുമ്പോൾ ഞാൻ കൈകളിൽ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. അവിടെ വെച്ചിട്ടൊന്നും പോവില്ല, കൈകളിലെടുത്ത് ഓരോരുത്തർക്കും പറഞ്ഞ് കൊടുക്കും. അതുപോലെ തന്നെ വീടുകളിൽ പോകുമ്പോൾ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ആ സാക്ഷ്യങ്ങളെല്ലാം അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് ഞാൻ പത്രം കൊടുക്കാറ്. അതുപോലെ പത്രം കൊടുക്കാൻ പോകുമ്പോൾ വീടുകളിൽ അപ്പോൾ അവിടെയുള്ള ആരെങ്കിലും ചോദിക്കും എന്നാണ് ഇനി കൃപാസനത്തിലേക്ക് പോകണം, എനിക്കും വരാനാണ് എന്ന് പറയാറുണ്ട് പലരും. അങ്ങനെ ഒരു 11 പേരോളം എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പല പ്രാവശ്യമായിട്ട്. 8 പേരോളം അവർ ഉടമ്പടി എടുത്തു. ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല, പക്ഷെ അവരായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക ചെയ്യുക പത്രം കൊടുക്കാൻ പോകുമ്പോൾ എന്നാണ് പോവുക, ഞങ്ങൾക്കും കൂടി വരാനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ മാതാവിനെ കുറിച്ച് സംസാരിക്കാനും ആരെനെ കണ്ടാലും മാതാവിനെ പറ്റി സംസാരിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് വേസ്റ്റ് ആക്കാറില്ല. മാതാവിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്നതും എനിക്ക് കിട്ടിയ അനുഭവങ്ങളെല്ലാം ഞാൻ മാതാവിനെ കുറിച്ച് സംസാരിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. അതുപോലെ കഴിഞ്ഞ മാസം വന്നിട്ട് ഞാൻ ബസ്സിൽ പോകുന്ന സമയത്താണ് ഒരു ചേച്ചി എന്നോട് ഈ കൃപാസനം പത്രത്തിൻ്റെ കവർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് ബസ്സിൽ പോകുമ്പോൾ പിടിക്കാനായിട്ട് ഞാൻ ഒരു ചേച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി ചോദിച്ചു എന്നോട് ഇതെന്താണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ മാതാവിൻ്റെ കൃപാസനം ആലപ്പുഴയിലൊരു മാതാവുണ്ട്, അവിടെ പോയിട്ട് വരികയാണ്, അവിടുത്തെ പത്രമാണ് ഇതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പത്രം വാങ്ങിച്ചില്ല, എങ്കിലും അവർ പറഞ്ഞു ഞാനിങ്ങനെ യൂട്യൂബിൽ കാണാറുണ്ട്, മാതാവിൻ്റെ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ കാണാറുണ്ട് എന്നവർ പറഞ്ഞു. അതുപോലെ തന്നെ യൂട്യൂബ് സാക്ഷ്യങ്ങൾ ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട്, കാണാറുണ്ട്. അതുമാതിരി അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഞാൻ ഉടമ്പടി എടുത്തത് മുതലേ ഇന്നലെ വരെയുള്ള അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല. അതുപോലെ സാക്ഷ്യങ്ങൾ കണ്ട ഉടമ്പടി ധ്യാനങ്ങൾ ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട്. അതുപോലെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കാണും. മക്കളായാലും അതുപോലെ തന്നെയാണ്, അവർ ഡെയിലി ബ്രെഡ് 5:30 അവർ കാണും. അതുപോലെ ഉടമ്പടി ധ്യാനം ഞാൻ കാണുന്ന സമയത്ത് അവർക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരത് കാണാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതുപോലെ ആത്മീയ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഞാൻ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം പ്രാർത്ഥനയും കാര്യങ്ങളും കൂടുതൽ ആഴപ്പെടാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ കുമ്പസാരം ആദ്യം വീട്ടിലൊക്കെ ആണ്ടിലൊരിക്കൽ അങ്ങനെയുള്ള ഒരു കുമ്പസാരമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പം എല്ലാ മാസത്തിലും എല്ലാവരും കുമ്പസാരിക്കുകയും പ്രാർത്ഥനയായാലും അതുപോലെ എല്ലാ മാസത്തിലും പള്ളിയിലുണ്ടാവുന്ന ഒരു ധ്യാനമുണ്ട്. ആ ധ്യാനത്തിൽ പങ്കുചേരാനും പോയി പ്രാർത്ഥിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹവും കൃപയൊക്കെ ദൈവം മാതാവ് ഈശോയിലൂടെ ഒരുപാട് എനിക്ക് നൽകിയിട്ടുണ്ട്. ഒരുപാട് പേര് പറയാറുണ്ട് ചേച്ചി പോകുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ പറഞ്ഞവരെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. ഞാൻ വ്യക്തിപരമായി 1 മണിക്കൂർ നേരമെങ്കിലും ഞാൻ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാനായിട്ടിരിക്കും സന്ധ്യാസമയങ്ങളിൽ. അതുപോലെ തന്നെ ബൈബിൾ വായനയാണെങ്കിലും അരമണിക്കൂറൊന്നുമല്ല, അരമണിക്കൂറിലും കൂടുതൽ ഞാൻ വായിക്കാറുണ്ട്. അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന പോലെ ചരിത്രം വായിക്കണ മാതിരി നമ്മൾ വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. അത് ആദ്യം സ്വർഗസ്ഥനായി വിശ്വാസ പ്രമാണം, സ്വർഗസ്ഥനായി നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയിട്ട് വേണം നമ്മൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മൾ മൗനമായിരുന്ന് വേണം ബൈബിൾ വായിക്കാനെന്ന് അച്ഛൻ ഇതിൽ പറയുകയുണ്ടായി. അപ്പം ഞാനതുമാതിരി അങ്ങനെ വായിക്കാനായിട്ട് ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ബൈബിളിലെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഈശോ സംസാരിക്കണ മാതിരി എനിക്ക് അനുഭവപ്പെടാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങളുടെ അവിടെ അമ്പലപുരം അവിടെ ഒരു പീസ് ഹോം എന്നുള്ളൊരു സ്ഥാപനമുണ്ട്. അവിടെ പോയിട്ട് അവിടെ അങ്ങനെ വയ്യാത്ത ആൾക്കാരാണ്, കാലുകൊണ്ടും ഒക്കെ നടക്കാൻ പറ്റാത്ത, അവരും പരസഹായം ഇല്ലാണ്ട് ഒന്നിനും പറ്റാത്തവരാണ്. അപ്പോൾ അവിടെ പോയി അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനും അവർക്ക് ഭക്ഷണം വാരി കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പോയി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വീട്ടിലേക്ക് ഇങ്ങനെ പല സ്ഥാപനങ്ങളിൽ നിന്ന് സഹായം ചോദിച്ചു വരും. അപ്പോൾ അവർക്കൊക്കെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ വളരെയധികം നന്ദി പറയുന്നു.